ഹലോ എവരിവൺ, ഹൗ ആർ യു? വെൽക്കം ബാക്ക് ടു ദ ചാനൽ. മനുഷ്യന് ദൈവം ഒരു പ്രത്യേക ഭംഗി കൊടുത്തിട്ടുണ്ട്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സുന്ദരന്മാർ തന്നെയാണ്. എങ്കിലും ഉള്ള സൗന്ദര്യം കൂട്ടാൻ ശരീരത്തിൽ ആർട്ടിഫിഷ്യലായി പലതും ചെയ്യുന്ന ചില മനുഷ്യരുണ്ട്. അതിനുവേണ്ടി മേക്കപ്പും പ്ലാസ്റ്റിക് സർജറിയെല്ലാം അവർ ചെയ്യും. എന്നാൽ അതൊന്നും ചെയ്യാതെ തന്നെ സാധാരണ മനുഷ്യരിൽ നിന്നും അല്പം വ്യത്യസ്തമായ ഭംഗിയുള്ള ചില മനുഷ്യരും ഇന്ന് ലോകത്ത് നിലവിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചില മനുഷ്യരെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. സോ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക, കാരണം ഇത് നിങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തും. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമ്പർ 9, സുമോഹ്നെയിൻ. 2020 ഫേമസ് ആയ ഒരു പെൺകുട്ടിയാണ് മ്യാൻമറുകാരിയായ സുമോഹ്നെയിൻ. ഇവരുടെ ശരീരത്തിൻ്റെ ഇടുപ്പ് കണ്ടാൽ അവിടെ ആരോ കെട്ടിയിട്ട പോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം. കാരണം അത് അത്രക്കും തിന്നാണ്. വെറും 13.7 ഇഞ്ച് മാത്രമാണ് അവരുടെ ഇടുപ്പിൻ്റെ വലിപ്പം. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും ചെറിയ ഇടുപ്പുള്ള സ്ത്രീ എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡും ഇവർക്ക് തന്നെ സ്വന്തമാണ്. ഇവരുടെ പിക്ചേഴ്സ് കണ്ട് ചില ആളുകൾ എഡിറ്റിംഗ് ആണ് എന്ന് പറയാറുണ്ടെങ്കിലും സംഭവം സത്യം തന്നെയാണ്. നമ്പർ 8, മിരിയൻ നോഹ്. മിരിയൻ നോഹ് എന്ന പെൺകുട്ടിയുടെ കഥ അല്പം വ്യത്യസ്തത നിറഞ്ഞതാണ്. അവൾ ഒരു മോഡലും ഫോട്ടോഗ്രാഫറുമാണ്. അതുകൂടാതെ ഒരു സ്റ്റോറി ടെല്ലർ കൂടിയാണ്. എന്നാൽ അതൊന്നുമല്ല അവളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അവളുടെ അച്ഛൻ ഒരു നൈജീരിയക്കാരനും അമ്മ ഒരു ലൈബീരിയക്കാരിയുമാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ആൽബനിസം എന്ന രോഗം ബാധിച്ചു. ഇവരെ കണ്ടാൽ ചിലർക്ക് നൈജീരിയൻ മോഡലാണ് എന്ന് തോന്നിയേക്കാം. കാരണം മുടിയും കണ്ണുകളുമെല്ലാം നൈജീരിയക്കാരുടെ പോലെ. എന്നാൽ നിറമാവട്ടെ ലൈബീരിയയെ പോലെയും. ശരീരത്തിന്റെ പിഗ്മെന്റ് നഷ്ടപ്പെടുന്ന ഒരു അസാധാരണ രോഗമാണ് ആൽബനിസം. എങ്കിലും ഇന്നിവരുടെ ഫോട്ടോസിന് ആരാധകർ ഏറെയുണ്ട്. നമ്പർ 7, മെഹ്മൂദ് ഹസൻ. ശരീരം മുഴുവൻ വിറ്റിലിഗോ ബാധിച്ച മനുഷ്യരെ നിങ്ങൾ കണ്ടു കാണും. എന്നാൽ ആ വിറ്റിലിഗോ തന്നെ ആർട്ടാക്കിയെ മാറ്റിയ ഒരു മനുഷ്യനാണ് മെഹ്മൂദ് ഹസൻ. ആദ്യമൊക്കെ ഈ വെള്ളപ്പാണ്ട് കാരണം അയാൾ ശരിക്കും വേദനിച്ചു. എന്നാൽ പിന്നീട് ഇത് എന്തുകൊണ്ട് തനിക്ക് ഒരു പ്രൊഫഷൻ ആക്കി മാറ്റിക്കൂടാ എന്ന് അദ്ദേഹം ചിന്തിച്ചു. പിന്നീട് അദ്ദേഹം ഒരു മോഡലായി മാറുകയും ചെയ്തു. തൻ്റെ 13-ാം വയസ്സിലാണ് ഇദ്ദേഹത്തിന് വിറ്റിലിഗോ ബാധിക്കുന്നത്. എന്നാൽ അതിനൊന്നും അദ്ദേഹത്തെ തോൽപ്പിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. വിറ്റിലിഗോ ബാധിച്ച കാരണമാണ് ഇന്ന് തനിക്ക് ഇത്രയും ആരാധകരെ ലഭിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്പർ 6, ഡാരിയ മിൽക്കി. മോസ്കോയിലെ പേര് കേട്ട ഒരു മോഡലാണ് ഡാരിയ മിൽക്കി. 1998 മാർച്ച് 15-നാണ് ഈ പെൺകുട്ടി ജനിക്കുന്നത്. 2014 മുതൽ ഇവർ സോഷ്യൽ മീഡിയയിൽ പിക്ചേഴ്സ് എല്ലാം അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. എന്നാൽ എന്താണ് ഇവരെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്നാവും നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. അവരുടെ സ്കിന്നിന്റെ നിറം പെയിലായിരുന്നു, അതായത് വിളറി വെളുത്ത നിറം. ഈ നിറമുള്ള മറ്റുള്ള പെൺകുട്ടികളെല്ലാം ട്രീറ്റ്മെന്റുകൾ തേടിപ്പോയപ്പോൾ ഇവർ അത് തന്റെ കരിയർ ആക്കി മാറ്റുകയായിരുന്നു. ഇന്നവർക്ക് വലിയ ഒരു ഫാൻ ബേസ് തന്നെയുണ്ട്. ഡാഷോ മിൽക്കി എന്ന പേര് പിന്നീട് ഡാരിയ മിൽക്കി എന്നാക്കി മാറ്റുകയായിരുന്നു. നമ്പർ 5, ദ മെലാനിൻ ഗോഡസ്. നമുക്കറിയാം, നമ്മുടെ ചർമ്മത്തിന്റെ നിറം നിശ്ചയിക്കുന്നത് മെലാനിൻ എന്ന ഹോർമോൺ ആണ്. അത് കൂടിയാൽ ഓവറായി വെളുക്കുകയോ കുറഞ്ഞാൽ കറുത്തു പോവുകയോ ചെയ്യും. എന്നാൽ കറുത്ത വർഗ്ഗക്കാരെ റാസിസം എന്ന പേരിൽ പലരും കളിയാക്കാറുണ്ട്. അത്തരത്തിൽ കളിയാക്കപ്പെട്ട പെൺകുട്ടിയായിരുന്നു ദ മെലാനിൻ ഗോഡസ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഈ പെൺകുട്ടി. എന്നാൽ തൻ്റെ നിറം ഒരു പോസിറ്റീവായി കണ്ട് അവർ ഒരു മോഡലാകുവാൻ തീരുമാനിച്ചു. അധികം വൈകാതെ തന്നെ അവർ ഒരു മോഡലായി മാറുകയും ചെയ്തു. സെനഗൽക്കാരിയായ ഈ പെൺകുട്ടിക്ക് ഇന്ന് 5 ലക്ഷത്തിന് മുകളിൽ ഫോളോവേഴ്സ് ഉണ്ട്. നമ്പർ 4, മെക്കി ലക്കി. മഗ് ഷോട്ട് എന്ന് കേട്ടിട്ടുണ്ടോ? പ്രതിയെ പിടിച്ചാൽ പോലീസ് എടുക്കുന്ന ഫോട്ടോസിനാണ് മഗ് ഷോട്ട് എന്ന് പറയുന്നത്. അത്തരത്തിൽ മഗ് ഷോട്ടിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ് മെക്കി ലക്കി. എന്നാൽ അത് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. ഇയാളുടെ ഒരു കണ്ണ് ബ്ലൂ കളറും മറ്റേ കണ്ണ് ബ്രൗൺ കളറുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫാൻ ബേസ് കൂടുവാൻ തുടങ്ങി. പോലീസ് കസ്റ്റഡിയിൽ നിന്നും പുറത്തു വന്ന് ലക്കിയെ കാത്ത് ആരാധകർ ഏറെയായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ ഇനിയുള്ള ജീവിതം ഒരു മോഡലിംഗ് ആയി തുടരാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അതാവട്ടെ സക്സസ് ആയി മാറുകയും ചെയ്തു. ഇനി എന്തിനാണ് ഇദ്ദേഹത്തെ പോലീസ് പിടിച്ചത് എന്നറിയേണ്ടേ? ചെറുതായിട്ടൊന്ന് കാറ് മോഷ്ടിച്ചു എന്ന നിസ്സാര കുറ്റത്തിനാണ്. നമ്പർ 3, മരിയാൻ ആവില. 20 വയസ്സുകാരിയായ ഒരു സ്പെയിൻ മോഡലാണ് മരിയാൻ ആവില. എന്നാൽ അവർക്ക് ഡൗൺ സിൻഡ്രോം എന്ന അസുഖമുണ്ട്. ചെറുപ്പം മുതലേ ഒരു മോഡലാവണം എന്ന ആഗ്രഹമുള്ള വ്യക്തിയായിരുന്നു ഇവർ.
എന്നാൽ ഒരു മോഡലാവുക എന്നുള്ളത് അവർക്ക് വളരെ ചാലഞ്ചിങ് ആയിരുന്നു. എന്നാൽ ഫാമിലിയുടെയും ഫ്രണ്ട്സിൻ്റെയും സഹായത്തോടു കൂടി അവർ ഒരു മോഡലായി മാറി. ഡൗൺ സിൻഡ്രോം ബാധിച്ച കുട്ടികൾ മോഡലിംഗ് രംഗത്ത് വളരെ കുറവായതിനാൽ ഈ പെൺകുട്ടിയുടെ കഥ മറ്റുള്ള കുട്ടികളെ വളരെ അധികം ഇൻസ്പയറിംഗ് ചെയ്യും. നമ്പർ 2, ലിയാഹ് ജോന. ജനറ്റിക് ഡിസോർഡർ കാരണം മറ്റുള്ളവരിൽ നിന്നും കളിയാക്കലുകൾ നേരിടേണ്ടി വന്ന വ്യക്തിയാണ് 22-കാരനായ ലിയാഹ് ജോന. ശരീരത്തിൻ്റെ പിഗ്മെന്റ് നഷ്ടപ്പെടുന്ന ഒരു രോഗമാണ് അദ്ദേഹത്തിന് ബാധിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾക്കും ഈ രോഗമുണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹം ജീവിതം പോസിറ്റീവായി തന്നെ കണ്ടു. ഇന്ന് ഇദ്ദേഹം അറിയപ്പെടുന്ന ഒരു മോഡലാണ്. മാത്രമല്ല ആൽബിനിസം ബാധിച്ച ആളുകൾക്ക് വേണ്ടി ഒരു സംഘടന തന്നെ ഇദ്ദേഹത്തിനുണ്ട്. നമ്പർ 1, ടി മെക്കൻസീസ്. ഇവർ ഒരു മോഡലല്ല, ശരിക്കും ഒരു റോൾ മോഡലാണ്. ടി മെക്കൻസി ഒരു ഹാൻഡിക്യാപ്ഡ് ആയ പെൺകുട്ടിയാണ്. അവർക്ക് നടക്കുവാൻ സാധിക്കില്ല. വിചിത്രമായ അപസ്മാരം കാരണം അവർക്ക് സ്ട്രോക്ക് വന്നു. തൻ്റെ 27-ാം വയസ്സിലാണ് അവരെ തേടി ഇങ്ങനെ ഒരു ദുരന്തം എത്തിയത്. അത് കാരണം ആദ്യമൊന്നും അവർക്ക് കൈകൾ അനക്കാനോ സംസാരിക്കാനോ ഒന്നും തന്നെ സാധിക്കുമായിരുന്നില്ല. എന്തിന് 80% ഓർമ്മ വരെ നഷ്ടമായി. എങ്കിലും ശക്തമായ ആത്മവിശ്വാസം മൂലം അവർ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. ഇന്നവർ അറിയപ്പെടുന്ന ഒരു മോഡലാണ്. തനിക്കൊരിക്കൽ നടക്കുവാനും സാധിക്കും എന്നിവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ മറ്റുള്ള മനുഷ്യരിൽ നിന്നും അല്പം വ്യത്യസ്തത നിറഞ്ഞ ഏതാനും ചില മനുഷ്യരെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഈ ഒരു ചാനലും ഈ ഒരു വീഡിയോയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.